ടി.പി. ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിനുള്ള ഫണ്ടിംഗ് നടത്തിയത് ഫയാസ് ആണെന്ന് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ തലവൻ എൻ ശങ്കർ റെഡ്ഡി കണ്ടെത്തിയിരുന്നതായി കെ രമ എം.എൽ.എ. അന്നത്തെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയായിരുന്നു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷനെ നിയോഗിച്ചത്. CBI അന്വേഷണം ആവശ്യപ്പെട്ട് സർക്കാർ കേന്ദ്രത്തിന് സമർപ്പിച്ച റിപ്പോർട്ടിൽ ഇക്കാര്യം പരാമർശിച്ചിരുന്നുവെന്നും കെ രമ ജനം ടിവിയുടെ പ്രതിവാര അഭിമുഖ പരിപാടിയായ മറുപടിയിൽ പറഞ്ഞു. CPM-ൽ നിന്നും പുറത്തുപോയ മനു തോമസിന്റെ വീടിന് മുന്നിൽ ഇന്നോവയുമായി എത്തിയെന്ന് ഭയപ്പെടുന്നതായും അവർ കൂട്ടിച്ചേർത്തു. പക്ഷേ 2014 ഫെബ്രുവരിയിൽ അന്നത്തെ മിനിസ്റ്റർ ഞാൻ തിരുവനന്തപുരത്തൊരു സമരം നടത്തിയത് താങ്കൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ, നിരാഹാര സമരം. ആ സമരം നടത്തിയതിന് ശേഷം അന്നത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട ചെന്നിത്തല സാർ അത് CBI അന്വേഷണത്തിന് വിട്ടിരുന്നു 2014 ഫെബ്രുവരിയിൽ. അന്ന് ശങ്കർ റെഡ്ഡിയുടെ എടച്ചേരി പോലീസിൽ രജിസ്റ്റർ ചെയ്ത ഒരു കേസാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ശങ്കർ റെഡ്ഡിയുടെ നേതൃത്വത്തിൽ അന്വേഷിച്ചത്. ആ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് CBIക്ക് വിട്ടിട്ടുണ്ട്. പക്ഷെ CBI ഒരു മറുപടിയും തന്നിട്ടില്ല. 2014 വിട്ടതാണ്, 10 വർഷമായി. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റ് പിന്നീട് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു നീക്കവും പിന്നീട് നടത്തില്ല. പിന്നീട് ഗവൺമെന്റ് മാറിയല്ലോ, ഗവൺമെന്റാണ് അത് പിന്നീട് പരിശോധിക്കേണ്ടത് ചെയ്തില്ല. ഇതിനകത്ത് ഫണ്ടിങ് ഫയാസ് എന്ന് പറയുന്ന ഒരു കള്ളക്കടത്ത് കോഴിക്കോട് ജയിലിൽ മോഹനെ സന്ദർശിച്ച് 1.5 മിനിറ്റ് ആ CCTV ദൃശ്യം നമ്മൾ കണ്ടതാണ്. ആ ഫയാസിന് ഇതിനകത്ത് ബന്ധമുണ്ടെന്നും ഫയാസാണ് ഇതിനകത്തെ മുഴുവൻ ഫണ്ടിങ്ങും എന്നുകൂടി ആ ശങ്കർ റെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. അത് ഈ CBI റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അന്വേഷിക്കാൻ വേണ്ടി ഇട്ട ഓർഡറിനകത്ത് അത് പറയുന്നുണ്ട്. ചെറിയ കാര്യമല്ല, അതുകൂടി അന്വേഷിക്കേണ്ട. പാർട്ടിയിൽ നിന്നും സ്വയം പുറത്തുപോയ പാർട്ടി കണ്ണൂർ ജില്ലാ മുൻ കമ്മിറ്റി അംഗം മനു തോമസ് പറഞ്ഞിട്ടുണ്ട്, ലോഞ്ചിയത്തും ഇടയന്നൂരും നടന്നത് വിപ്ലവമല്ല വൈകൃതമാണെന്നുള്ളത്. ഇപ്പോൾ ഈ മനു തോമസിന് ഇനി TPയുടെ ഗതി വരുമോ? കാരണം അദ്ദേഹം പല വെളിപ്പെടുത്തലുകൾ നടത്തുന്നു. അല്ല, തീർച്ചയായിട്ടും എനിക്കത് കേട്ടത് മുതലൊക്കെ എനിക്ക് ഉള്ളിൽ ശരിക്കും ഒരു ഭയമുണ്ട്. ചന്ദ്രശേഖരൻ ഇങ്ങനെയായിരുന്നു, ഒരു മരണത്തെ പോലും ഭയമില്ലാതെ വരുന്നത് വരട്ടെ എന്ന് വിചാരിച്ച് ആ പാർട്ടിയകത്ത് വെച്ചിരിക്കുന്ന നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ തുറന്നെതിർക്കുകയും പുറത്തു വന്ന് പാർട്ടി ഉണ്ടാക്കുകയും ചെയ്ത മനുഷ്യനാണ്. ഒരു വലിയ സംഘം ചന്ദ്രശേഖരൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഇഞ്ചിയത്ത്. എന്നിട്ടും ചന്ദ്രശേഖരൻ ഈ അവസ്ഥയാണ് ഉണ്ടായത്. പക്ഷേ മനു തോമസ് എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ, അദ്ദേഹം ഇതിനകത്ത് നിന്ന് കണ്ട് മടുത്ത അസ്വസ്ഥമായ ഒരുപാട് കാര്യങ്ങളാണ് ഇപ്പോൾ തുറന്ന് പറയുന്നത്. നമ്മളെയൊക്കെ ഞെട്ടിപ്പിക്കുന്നതാണ് ഈ കൊലപാതകത്തെ സംബന്ധിച്ച്. ഞാൻ വിചാരിക്കുന്ന ഒരുപാട് വിവരങ്ങൾ അദ്ദേഹത്തിൻ്റെ ഒക്കെ കയ്യിലുണ്ടാകും. കാരണം പാർട്ടിയിൽ ജില്ലാ കമ്മിറ്റി മെമ്പർ DYFന്റെ സെക്രട്ടറി ഒക്കെ ആയിരുന്ന് ഇതിനകത്തെല്ലാം അറിയുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് തോന്നുന്നു ചന്ദ്രശേഖരനേക്കാളും ഉയർന്ന സ്ഥാനത്തെത്തിയ ആളാണ്. ചന്ദ്രശേഖരൻ ഒരിക്കലും ഏരിയ കമ്മിറ്റിക്ക് അപ്പുറത്തേക്ക് പോയിരുന്നില്ല. ഇദ്ദേഹം ജില്ലാ കമ്മിറ്റി ആയിരുന്നു, ചെറുപ്പക്കാരനാണ്. അപ്പോൾ അദ്ദേഹം അസ്വസ്ഥമായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുമ്പോൾ അത് വളരെ ഗൗരവത്തിൽ കാണേണ്ടതാണ്. അത് കാര്യമായിട്ട് അന്വേഷണം നടത്തേണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ ജീവന് തീർച്ചയായിട്ടും ഒരു ഭീഷണി. ഞാനൊരു ഇന്നോവ വീടിൻ്റെ ചുറ്റും ഇങ്ങനെ കറങ്ങുന്നു എന്ന് ഇന്നലെ രാത്രി പോലും ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു. കാരണം ഇവരെന്തും ചെയ്യാൻ മടിക്കാത്ത ആളുകളാണ്.